എല്ലാവർക്കും എഡ്യു വിത്ത് മീ യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 9ാം ക്ലാസ് കേരള പാഠാവലി മലയാളം ഫസ്റ്റിലെ ഓണപരീക്ഷയ്ക്കായുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാനും ശ്രദ്ധിക്കുക. കൂടാതെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം നോക്കാം. മുല്ലമുട്ടുകൾ വാരി വാനിങ്കൽ വിതറിക്കൊണ്ട് ഉല്ലാസഭരിതയായ അണയും സന്ധ്യാശ്രീയും. വരികളിലെ മുല്ലമുട്ടുകൾ എന്ന പ്രയോഗം എന്തിനെ സൂചിപ്പിക്കുന്നു? ഉത്തരം നക്ഷത്രങ്ങളെ. പ്രകൃതിഭാവങ്ങളിൽ ചിലതു നമ്മിൽ സൗന്ദര്യപ്രതീതി ഉളവാക്കുവാൻ പര്യാപ്തമായിരിക്കാം. പ്രകൃതിഭാവം എന്ന പദത്തിൻ്റെ ശരിയായ വിഗ്രഹരൂപം. ഉത്തരം പ്രകൃതിയുടെ ഭാവം. നിന്നഭാവത്തിൽ അനുഭവിക്കുന്നു ഞാൻ അമ്മയെ പണ്ടു പിരിഞ്ഞതിൻ വേദന. വരികളുടെ ആശയത്തിന് യോജിക്കുന്ന പ്രസ്താവന. ഉത്തരം പ്രിയപ്പെട്ടവരുടെ അഭാവം വേദനയുണ്ടാക്കുന്നു. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായി പിരിച്ചെഴുതിയത് ഏത് എന്നാണ് ചോദ്യം. ഉത്തരം ചെവി ഓർത്തു. അമ്മ നിത്യവും പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് മകനറിയാം. പക്ഷെ എന്തു ചെയ്യും? ബഷീറിൻ്റെ ഈ വാക്കുകളിൽ തെളിയുന്നത് എന്ത് ആണ്? ഉത്തരം നിസ്സഹായത. അടുത്തത് 2 മാർക്കിൻ്റെ ചോദ്യമാണ്. എത്രയോ ദമ്പതിമാർ തൻ മധുവിധു ചിത്രങ്ങൾ തൂങ്ങും തളത്തിലെ ഭിത്തിമേൽ നാമൊന്നു നിഷ്കർഷ പാലിച്ചെടുത്തൊര ഛായയും തൂങ്ങിക്കിടപ്പുണ്ടൊരോർമ്മയായി. നഗരത്തിലൊരു യക്ഷൻ എന്ന കവിതയിലെ വരികളാണിവ. ഈ വരികളിൽ തെളിയുന്ന ആശയ സൂചനകൾ എന്തെല്ലാം? 2 എണ്ണം എഴുതാനാണ് ചോദ്യം. ഉത്തരം ഓർമ്മകളുടെ സൗന്ദര്യം. കൂടാതെ നിഷ്കർഷ പാലിച്ച് എടുത്ത വിവാഹ ഫോട്ടോകൾ ഓർമ്മകളായി മാറി എന്നതുമാണ് ഉത്തരമായി വരുന്നത്. നീട്ടിപ്പിടിച്ച കൈകൾ ആരുടെയോ കൈത്തലം പൂവിതളുകളുടേതുപോലുള്ള മൃദുസ്പർശം. കുപ്പിവളകൾ എന്ന കഥയിലെയാണ്. അടിവരയിട്ട പ്രയോഗത്തിൻ്റെ സവിശേഷതകൾ കണ്ടെത്തി എഴുതാനാണ് ചോദ്യം. പൂവിതളുകളുടേതുപോലുള്ള മൃദുസ്പർശം എന്നാണ് ഇവിടെ അടിവരയിട്ട പദം. അതിൻ്റെ അർത്ഥമായി വരുന്നത് മൃദുവായ കൈത്തലം, പൂവിതൾ പോലെ ഭംഗിയുള്ള ആർദ്രമായ കൈ. അർത്ഥവ്യത്യാസം വരാതെ 2 വാക്യമാക്കി എഴുതാനുള്ള ചോദ്യം എല്ലാ പരീക്ഷകളിലും വരാനുള്ളതാണ്. ഇവിടെ വന്നിട്ടുള്ളത് അമ്മയുടെ എഴുത്ത് വായിച്ചപ്പോൾ പഴയ ചില ഓർമ്മകൾ എന്നിലുണ്ടായി. ഉത്തരം നോക്കാം. അമ്മയുടെ എഴുത്ത് വായിച്ചു, പഴയ ഓർമ്മകൾ അയാളിലുണ്ടായി. അടുത്തതായി 4 മാർക്കിൻ്റെ ചോദ്യമാണ്. 9ാമത്തെ ചോദ്യം. എൻ്റെ പേരിലുള്ള നിലം വിറ്റ് പണമാക്കിയാൽ അതെനിക്ക് വലിയ ഉപകാരമാവും. അതിനെപ്പറ്റി ഏട്ടത്തിയോട് സംസാരിക്കാനാണ് ഞാൻ വന്നത്. അമ്മയ്ക്ക് എന്നെ ഓർമ്മയില്ലല്ലോ. അയാൾ ചിരിക്കുവാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. കീറിപ്പൊളിഞ്ഞ ചകലാസ് എന്ന കഥയിലെയാണിവ. സന്ദർഭത്തിൽ തെളിയുന്ന ഗോപി എന്ന കഥാപാത്രത്തിൻ്റെ മനോഭാവം വിശകലനം ചെയ്യുക. ഇവിടെ ഗോപി എന്ന കഥാപാത്രത്തിനെ പറ്റി എഴുതാനാണ് ചോദ്യം. ഉത്തരം നോക്കാം. സ്വത്തിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ഗോപി. സ്വത്ത് വിറ്റ് പണമാക്കാനായി മാത്രം വന്നതാണ് അയാൾ. അമ്മ തന്നെ തിരിച്ചറിഞ്ഞില്ല എന്ന പരാതി പറയുകയാണ് ഗോപി. പെറ്റമ്മയുടെ അവസ്ഥ മനസ്സിലാക്കാൻ ഗോപിക്ക് കഴിയുന്നില്ല. സ്വാർത്ഥതയിൽ അധിഷ്ഠിതമായ മനോഭാവം ഇവിടെ കാണാവുന്നതാണ്. അടുത്ത ചോദ്യം. വസന്തത്തിലൂടെ പുഞ്ചിരി തൂകുന്ന പ്രകൃതി ചിലപ്പോൾ നഖത്തിലും ദന്തത്തിലും രക്തം പുരണ്ട ഉഗ്രരൂപിണിയായും പ്രത്യക്ഷപ്പെടുന്നു. പ്രകൃതി സൗന്ദര്യവും കലാസൗന്ദര്യവും എന്ന കഥയിലെയാണിവ. ഈ നിരീക്ഷണത്തിൽ തെളിയുന്ന പ്രകൃതിഭാവങ്ങളുടെ സവിശേഷതകൾ വിശദമാക്കാനാണ് ചോദ്യം. ഒരേ സമയം പുഞ്ചിരിക്കുകയും രൗദ്രഭാവം കൈവരിക്കുകയും ചെയ്യുന്ന പ്രകൃതി. കൂടാതെ വസന്തകാലത്ത് പൂക്കളും ഭംഗികളും ആരെയും ആകർഷിക്കുന്നു. പ്രളയമായ ഉരുൾപൊട്ടലായ ഉഗ്രരൂപിണിയായും മാറുന്ന പ്രകൃതി. സന്തോഷവും ദുഃഖവും സമ്മാനിക്കുന്ന പ്രകൃതിയുടെ സവിശേഷ ഭാവം. അടുത്ത ചോദ്യം നോക്കാം. മേരിയും ലിസിയും സേതുവുമൊക്കെ പറഞ്ഞു രസിക്കുന്നതൊന്നും തനിക്ക് ഉൾക്കൊള്ളാനാവില്ല. അതുകൊണ്ട് തന്നെയാവും അവർ തന്നെ സംഭാഷണങ്ങളിൽ നിന്ന് ഒഴിവാക്കാൻ തിടുക്കപ്പെടുന്നത്. എന്തെങ്കിലും തന്നെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരേ ഒരാൾ മാത്രം. ദേവ് ചേച്ചി. കുപ്പിവളകൾ എന്ന പാഠത്തിലെയാണിത്. കൂട്ടുകാരെക്കുറിച്ചുള്ള കണ്ണമ്മയുടെ അഭിപ്രായങ്ങൾ താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ്. കണ്ണമ്മയെ പരിഗണിക്കുന്ന ദേവ് ചേച്ചിയോടുള്ള അവളുടെ സ്നേഹം. കൂടാതെ കാഴ്ചയുടെ ലോകം അന്യമാകുമ്പോൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷം. കണ്ണമ്മയെ മനഃപൂർവ്വം ഒഴിവാക്കാൻ ശ്രമിക്കുന്ന മേരിയും ലിസിയും.
തൊട്ടും അനുഭവിച്ചും കണ്ണമ്മയെ കൂടെ ചേർത്തു നിർത്തുന്ന ദേവി ചേച്ചിയുമാണ് ഈ പാഠത്തിലുള്ളത്. ഈ പോയിന്റുകൾ നിങ്ങൾക്ക് ഉത്തരത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്. പോയ വിധുക്കാലത്തിനേക്കാളും ഇന്നു പ്രിയമുണ്ടെനിക്ക് നിന്നോടെടോ. നഗരത്തിലൊരു യക്ഷൻ എന്ന പാഠത്തിലെയാണിത്. കവിയുടെ ഈ തിരിച്ചറിവിന് ഇടയാക്കിയ സാഹചര്യം എന്ത്? കാവ്യഭാഗം വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് ചോദ്യം. വിരഹവേദനയുടെ തീക്ഷണാനുഭവം. അകന്നു നിൽക്കുമ്പോഴാണ് സ്നേഹസാമീപ്യത്തിൻ്റെ വില മനസ്സിലാവുന്നത്. നഗരത്തിൽ താമസമാക്കിയ കവിക്ക് ഒറ്റപ്പെടലിൻ്റെ അവസ്ഥ വേദന സമ്മാനിക്കുന്നു. മധുവിധുക്കാലത്തേക്കാളും പ്രിയം തോന്നിയ നിമിഷങ്ങളായി മാറുന്നു. അടുത്ത ചോദ്യം. എന്തിനീ പ്രകൃതിയിൽ സൗന്ദര്യമയമായുള്ള എന്തും ആ ജീവിതത്തെ മധുരിപ്പിച്ചിടുന്നു. സൗന്ദര്യലഹരിയിലെ വരികളാണിവ. കവിയുടെ ഈ കാഴ്ചപ്പാടിനോടുള്ള നിങ്ങളുടെ പ്രതികരണം എഴുതുക. പ്രകൃതിയിലെ ഓരോ കാഴ്ചയും സൗന്ദര്യമയമാണ്. പുതിയ രൂപത്തിലും ഭാവത്തിലും പ്രകൃതി ഏവരെയും ആകർഷിക്കുന്നു. ജീവിതത്തിനെ മധുരിപ്പിക്കാനും പ്രചോദിപ്പിക്കാനും പ്രകൃതി സൗന്ദര്യത്തിന് കഴിയുന്നു. പ്രകൃതി സൗന്ദര്യം മാറ്റങ്ങൾക്ക് വിധേയമാണ്. അടുത്ത ചോദ്യം. ഉമ്മ, ഞാൻ ഗാന്ധിയെ തൊട്ട്. എൻ്റെ മാതാവ് പേടിച്ച് അമ്പരന്നുപോയി. ഹോ എൻ്റെ മകനെ. അമ്മ തുറന്ന വായോടെ എന്നെ നോക്കി. എടാ, ഈ ഗാന്ധി ഞമ്മടെ പഷ്ണി തീർക്കുവോ? മകനെ, ഞങ്ങൾക്ക് നിന്നെ ഒന്ന് കാണണം. അമ്മ എന്ന കഥയിലെ വരികളാണിവ. ഈ സന്ദർഭങ്ങൾ ബഷീറിൻ്റെ അമ്മയെക്കുറിച്ച് നൽകുന്ന സൂചനകൾ എന്തെല്ലാം? കുറിപ്പ് തയ്യാറാക്കാനാണ് ചോദ്യം. ഉത്തരം നോക്കാം. നിഷ്കളങ്കമായ ബഷീറിൻ്റെ ഉമ്മ, പച്ചയായ മനുഷ്യ സ്ത്രീ, പട്ടിണി മാറ്റാൻ ഗാന്ധിക്ക് കഴിയുമോ എന്ന ചോദ്യം ഹൃദയത്തിൽ തട്ടി വരുന്നതാണ്. കൂടാതെ നാടുവിട്ട മകനു വേണ്ടി എന്നും ഭക്ഷണം മാറ്റിവെച്ച് കാത്തിരിക്കുന്ന പാവം അമ്മ. 15ാമത്തെ ചോദ്യം. 6 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് ഇനി ഡിസ്കസ് ചെയ്യുന്നത്. സൗന്ദര്യവും തിളക്കവും പച്ചനിറവും ഒന്നും തനിക്ക് പിടിയുള്ള വാക്കുകളല്ലല്ലോ. കൈകൾ കുലുക്കി കുപ്പികളുടെ മന്ത്രനാദം കേൾക്കുന്ന തിരക്കിൽ അവൾ മറ്റെല്ലാം മറന്നുപോയിരിക്കുന്നു. കഥയിലെ മറ്റു സന്ദർഭങ്ങൾ കൂടി പരിഗണിച്ച് കണ്ണമ്മ എന്ന കഥാപാത്രത്തെക്കുറിച്ച് കഥാപാത്ര നിരൂപണം തയ്യാറാക്കാനാണ് ചോദ്യം. കഥാപാത്ര നിരൂപണം തയ്യാറാക്കുമ്പോൾ ഒരു ശീർഷകം വളരെ അനിവാര്യമാണ്. കൂടാതെ ഈ പാഠത്തിലെ കുറച്ച് പോയിന്റുകൾ കൂടി ഡിസ്കസ് ചെയ്യാം. കണ്ണമ്മ എന്ന കഥാപാത്രത്തിൻ്റെ സവിശേഷതകൾ. കാഴ്ചയുടെ ലോകം അന്യമായ പെൺകുട്ടിയാണ് കണ്ണമ്മ. കൂടാതെ ശബ്ദങ്ങളിലൂടെയും സ്പർശനത്തിലൂടെയും ലോകത്തെ മനസ്സിലാക്കിയവൾ. സ്പർശനത്തിലൂടെ അവളെ കൈപിടിച്ച് വളർത്തിയവർ. കുപ്പിവളകളുടെ മണിക്കിലുക്കം അനുഭവിച്ചാസ്വദിച്ച നിമിഷങ്ങൾ. ചേർത്തുനിർത്തലിൻ്റെ സൗന്ദര്യം മനോഹരമായി ആവിഷ്കരിച്ച കഥ. ഈ പോയിന്റുകൾ ഉൾപ്പെടുത്തിയാൽ നിങ്ങൾക്ക് കണ്ണമ്മയുടെ കഥാപാത്ര നിരൂപണം വളരെ നന്നായി 6 മാർക്കിനായി എഴുതാൻ സാധിക്കും. അടുത്ത ചോദ്യം. എന്നെ പ്രസവിച്ച എൻ്റെ അമ്മ എന്നെ പ്രതീക്ഷിക്കുന്നത് പോലെ ഭാരതവും എന്നെ പ്രതീക്ഷിക്കുന്നില്ലേ? ഭാരതം നാളെ സ്വതന്ത്രമാവും. സ്വാതന്ത്ര്യ സമരത്തിൽ എനിക്കും പങ്കുവേണം. അമ്മ എന്ന പാഠഭാഗത്തിലെ വരികൾ. കഥയിലെ മറ്റു സന്ദർഭങ്ങളും നിങ്ങളുടെ നിരീക്ഷണങ്ങൾ ഉൾപ്പെടുത്തി നാടിൻ്റെ പുരോഗതിയിൽ വിദ്യാർത്ഥികളുടെ പങ്ക് എന്ന വിഷയത്തിൽ പ്രഭാഷണം തയ്യാറാക്കാനാണ് ചോദ്യം. പ്രഭാഷണം തയ്യാറാക്കുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് അഭിസംബോധന. അതിനുശേഷം ഈ ചോദ്യത്തിനായുള്ള കുറച്ച് പോയിന്റുകൾ നൽകാം. വിദ്യാർത്ഥിയായ ബഷീർ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാൻ ചെയ്ത ത്യാഗങ്ങൾ, കൂടാതെ വിലക്കുകൾ ലംഘിച്ച് ഗാന്ധിജിയെ കാണാൻ പോയതും തൊട്ടുനോക്കിയതും, ജന്മനാടിനു വേണ്ടി പോരാടാൻ ദൃഢപ്രതിജ്ഞ ചെയ്തത്, ജന്മം നൽകിയ അമ്മയെപ്പോലെ പ്രധാനമാണ് സ്വന്തം രാജ്യവും എന്ന ചിന്ത, സ്വന്തം അമ്മ ഒരു മകനിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് പോലെ മാതൃരാജ്യവും പ്രതീക്ഷിക്കുന്നു എന്ന തോന്നൽ. ഈ പോയിന്റുകൾ ഉൾപ്പെടുത്തി നിങ്ങൾക്കൊരു പ്രഭാഷണം തയ്യാറാക്കാവുന്നതാണ്. അടുത്ത ചോദ്യം ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനാണ്. ഇത് എല്ലാ പരീക്ഷയ്ക്കും വരുന്ന ഒരു ചോദ്യം തന്നെയാണ്. അതിനായി ആദ്യം ഒരു ശീർഷകം നൽകുക. കൂടാതെ കവി പരിചയം, ആശയം, പ്രയോഗങ്ങൾ, ഭംഗികൾ തുടങ്ങിയ പോയിന്റുകൾ ചേർത്ത് നിങ്ങൾക്ക് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ മറക്കാതെ കമൻറ്റ് ചെയ്യുക. വീഡിയോ കണ്ടതിന് നന്ദി. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.